ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇനി വരുന്ന +2 സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്, സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് വേണ്ടി പഠിക്കുന്ന ടൈമിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സ്റ്റഡി ടിപ്സും ഒരു പ്ലാനറും ഒക്കെയാണ് കേട്ടോ പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് പറയുക, ഇപ്പോൾ ഈ ഒരു എക്സാമിനെ പറ്റിയിട്ട് വറി ചെയ്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സോ ആദ്യമേ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ, നമുക്കിപ്പോൾ സേ ആണ്, ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ആണ് എന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ കുറച്ച് പോർഷൻസ് പഠിച്ചാൽ മതി എന്നുള്ള ഒരു ധാരണ ആർക്കും തന്നെ വേണ്ട. നമുക്ക് എല്ലാ ലെസൺസും എത്ര പോർഷൻസ് ഉണ്ടോ അതെല്ലാം നമ്മൾ പഠിച്ചിട്ട് തന്നെ പോവുക. ഓക്കെ, ഏത് വിഷയമായിക്കോട്ടെ എല്ലാ വിഷയത്തിലും എന്ത് ചെയ്യുക, നിങ്ങൾ എല്ലാ പോർഷൻസും കംപ്ലീറ്റ് ചെയ്ത് തന്നെ പോകാനായിട്ട് നോക്കുക. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക. ഓക്കെ, എല്ലാ ലെസൺസും കംപ്ലീറ്റ് ആയിട്ട് നോക്കുക. പിന്നെ പറയാനുള്ള ഒരു കാര്യം PYQs നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഇപ്പോൾ PYQs നോക്കുമ്പോൾ നിങ്ങൾ എന്താ നോക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിളിൽ കയറിയിട്ട് എന്ത് ചെയ്യാം, കഴിഞ്ഞ വർഷം വരെയുള്ള അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 5 കൊല്ലങ്ങളുടെ എന്താണ് സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാമുകളുടെ ഓരോ സബ്ജക്റ്റിൻ്റെയും, നിങ്ങൾ ഏത് സബ്ജക്റ്റാണോ എഴുതുന്നത് ആ സബ്ജക്റ്റിൻ്റെ സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാമുകളുടെ PYQs ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ദെൻ വായിച്ച് നോക്കുക, ക്വസ്റ്റ്യൻസ് വായിച്ച് നോക്കുക. ഓക്കെ, വായിച്ച് നോക്കുമ്പോൾ അതിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്, പ്രത്യേകിച്ചും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ എന്ത് ചെയ്യുക, പ്രത്യേകം നോട്ട് ചെയ്ത് വയ്ക്കുക. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് അതിൻ്റെ ഒരു മീനിങ് വരുന്നത് അല്ലേ. റിപ്പീറ്റ് ചെയ്ത് എന്താ പറയുക, ഒരു ചോദ്യ പേപ്പറിൽ കണ്ട ക്വസ്റ്റ്യൻസ് തന്നെ വേറെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്നതാ, ആ ക്വസ്റ്റ്യൻസ് ഇനിയും വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് തന്നെയല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ PYQs മസ്റ്റായിട്ട് നിങ്ങൾ നോക്കിയിരിക്കണം. അത് നോക്കി എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് PYQs എടുത്ത് വായിച്ച് നോക്കുക. ദെൻ എന്നിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് സേ എക്സാമിന് എങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്, അത് എങ്ങനെയാണ്, കുറച്ച് സിമ്പിളാണോ, മോഡറേറ്റ് ആണോ, ഡിഫിക്കൽട്ടി ലെവലിലാണോ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്, പിന്നെ ഏതൊക്കെ ക്വസ്റ്റ്യൻസിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഏതൊക്കെ ചാപ്റ്ററിനാണ് നമ്മൾ വെയിറ്റേജ് കൊടുക്കേണ്ടത് എന്നുള്ളൊരു ബേസിക് ഐഡിയാസ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു PYQs നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, അങ്ങനെ PYQs ഒക്കെ വായിച്ച് മനസ്സിലാക്കി വെച്ചിട്ട് നിങ്ങൾ ആ സമയത്ത് PYQ സോൾവ് ചെയ്യാനോ ഒന്നും നിങ്ങൾ ട്രൈ ചെയ്യേണ്ട കേട്ടോ. ജസ്റ്റ് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി പോയാൽ മതി കാര്യങ്ങൾ. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, ഓക്കെ, നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് തുടങ്ങുക. ഓക്കെ, ദെൻ ഈ PYQs നോക്കിയപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾ മനസ്സിലായ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, അങ്ങനെയുള്ള ലെസൺസും കാര്യങ്ങളൊക്കെ കുറേ കൂടി ഫോക്കസ് കൊടുത്ത് പഠിക്കാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ വേണം നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ +2 ഹിസ്റ്ററി ഇംപ്രൂവ്മെൻറ്റ് എഴുതുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ എന്താണ് നോക്കൂ, ഹിസ്റ്ററിയിൽ നമുക്ക് ഹാരപ്പൻ സിവിലൈസേഷൻ ഒരു essay ചോദിക്കുന്നതും അതുപോലെ തന്നെ ഗാന്ധിജിയുടെ ചാപ്റ്റർ റിലേറ്റ് ചെയ്തിട്ട് essay ചോദിക്കുന്നതൊക്കെ ഷുവറായിട്ട് വരുന്ന എന്താ പറയുക essay ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലും അതൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ PYQs വായിക്കുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഫസ്റ്റിലോട്ട് തന്നെ മാക്സിമം നിങ്ങളുടെ എന്താ പറയുക എഫേർട്ട് ഇട്ട് പഠിച്ചെടുക്കാനായിട്ട് നോക്കുക. അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഓക്കെ, ഇപ്പോൾ മേജറായിട്ടുള്ള എസ്സേകൾ, മേജർ ചാപ്റ്റേഴ്സ്, മേജറായിട്ടുള്ള എന്താ പറയുക ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ആദ്യമേ തന്നെ പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം നമുക്ക് സേ എക്സാമിന് വേണ്ടി പഠിച്ചാൽ മതിയോ, പോരാ. നമ്മൾ മാക്സിമം പറ്റുന്ന അത്രയും കവർ ചെയ്തിട്ട് തന്നെ പോകണം കേട്ടോ. ആദ്യം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ PYQs നോക്കി മനസ്സിലാക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ മാക്സിമം എന്താണ് എഫേർട്ട് ഇട്ട് പഠിക്കുന്നു. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ബാക്കിയുള്ള പോർഷൻസും കാര്യങ്ങളൊക്കെ പറ്റുന്ന പോലെ നിങ്ങൾ വായിച്ചിട്ട് തന്നെ പോകണം. ഓക്കെ, കാരണം എന്താ പറയുക, ഇപ്പോൾ എന്താ പറയുക, അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസിൽ നോക്കുക നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഒന്ന് വായിച്ചിട്ട് പോകുന്നത് തന്നെയായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് റിവിഷൻ എന്ന് പറയുന്നത്. റിവിഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കൽ പഠിച്ച കാര്യത്തെ വീണ്ടും ഇരുന്നൊന്ന് എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്തൊന്ന് വായിക്കുക. അതാണ് ഈ റിവിഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്ന് പറയുമ്പോൾ ജസ്റ്റ് നിങ്ങൾ അവിടെ ഓർത്തെടുക്കാനാണ് ശ്രമിക്കേണ്ടത്, മനസ്സിലായി, വെറുതെ വായിച്ച് വിടാനല്ല, അല്ലെങ്കിൽ ഒരുപാട് സമയം വീണ്ടും ഇരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ടല്ല. റിവിഷൻ എന്ന് പറയുമ്പോൾ പഠിച്ച കാര്യങ്ങൾ, ഒരു തവണ വായിച്ച് പഠിച്ച കാര്യങ്ങളെ വീണ്ടും ഒന്ന് റീകളക്ട് ചെയ്തെടുക്കാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. ഓക്കെ, ദെൻ അടുത്ത് ചെയ്യേണ്ട കാര്യമാണ്, അവസാനമായിട്ട് ചെയ്യേണ്ട കാര്യമാണ് പ്രാക്ടീസ്. അതായത് നിങ്ങൾ ഒരുവിധം എല്ലാ കാര്യങ്ങളും ഒന്ന് പഠിച്ച് സെറ്റായതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഓക്കെ, റിവിഷനൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾ എഴുതി നോക്കണം. അതാണ് ഈ പ്രാക്ടീസ് എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചത് കേട്ടോ. പ്രത്യേകിച്ച് ഇപ്പോൾ ഇംഗ്ലീഷൊക്കെ ഇംപ്രൂവ്മെൻറ്റ് എക്സാം എഴുതുന്നവരാണ് അല്ലെങ്കിൽ സേ എക്സാം എഴുതുന്നവരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഗ്രാമർ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കണം, പ്രാക്ടീസ് ചെയ്ത് നോക്കണം. അത് ഗ്രാമർ ക്വസ്റ്റ്യൻസ് മാത്രം
മാത്രമല്ല പല ചോദ്യങ്ങൾ 6 മാർക്കിനും അതുപോലെ തന്നെ 8 മാർക്കിനൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ഓക്കെ, കാരണം എങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു പ്രാക്ടീസ് കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കാനും ഉള്ള ടൈമിനനുസരിച്ച് നമുക്ക് ആൻസർ ഷീറ്റിൽ എഴുതാനും പറ്റുള്ളൂ. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാം. ഓക്കെ, ദെൻ ഒരു പ്ലാനർ അല്ലെങ്കിൽ ഒരു ഡേ നിങ്ങൾ എങ്ങനെയാണ് ഇനി വരുന്ന ഡേയ്സിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്കൊരു 1 മന്തോളം നമുക്ക് കഷ്ടിച്ച് നമുക്ക് പഠിക്കാൻ ഇനി കിട്ടുന്നുണ്ട് അല്ലേ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കിട്ടുന്ന ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. സോ ആദ്യമേ ഞാൻ പറയുന്നത് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അത് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതുന്നവരെ സംബന്ധിച്ചിടത്തോളം ആകെപ്പാടെ ഒരൊറ്റ വിഷയമേ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഓപ്ഷനുള്ളൂ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഒരൊറ്റ വിഷയം മാത്രം ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മതി. നിങ്ങൾക്ക് വേറെ ഒരു കാര്യം നോക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ. ആ ഒരൊറ്റ വിഷയത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതുന്നവർക്ക് ഏത് വിഷയം എഴുതുന്നവർക്കായാലും നല്ല പോലെ ആ ഒരു സബ്ജക്റ്റ് കവർ ചെയ്ത് പോകാനുള്ള ടൈം നമ്മുടെ കയ്യിലുണ്ട് അല്ലേ. ഒരു മാസമൊക്കെ ഒരു വിഷയത്തിനെന്ന് പറയുമ്പോൾ ധാരാളമല്ലേ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ദിവസം 1 ചാപ്റ്ററോ 2 ചാപ്റ്ററോ ഒക്കെ വെച്ച് പഠിച്ചാൽ മതിയാവും. ഓക്കെ, എന്ന് പറഞ്ഞാൽ തീരെ അങ്ങ് ഉഴപ്പി വിടരുത്. ടൈം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് വന്നാൽ മതി. മീൻസ് കുറച്ചുകൂടി ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിച്ച് വരാനായിട്ട് പറ്റും ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതുന്നവരാണെന്നുണ്ടെങ്കിൽ. കാരണം ഒരു വിഷയമേ അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ആർക്കായാലും ഒരു വിഷയം പറ്റുള്ളൂ ഇമ്പ്രൂവ് ചെയ്യാൻ. അപ്പോൾ ഒരൊറ്റ വിഷയം ഫോക്കസ് ചെയ്ത് പോയാൽ മതിയല്ലോ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ആ രീതിക്ക് വേണം നിങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പക്ഷേ എക്സാം എഴുതുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു വിഷയമൊക്കെ എഴുതുന്നവരാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല, ആ ഒരൊറ്റ വിഷയം മാത്രം നോക്കി വന്നാൽ മതി. പക്ഷേ ഒരു 2 വിഷയമോ അല്ലെങ്കിൽ 3 വിഷയമോ 4 വിഷയമോ ഒക്കെ എക്സാം എഴുതുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം എഫേർട്ട് ഇട്ട് തന്നെ പഠിക്കുക. ടൈം ഒട്ടും തന്നെ വേസ്റ്റ് ചെയ്ത് കളയരുത് കേട്ടോ. ഓക്കെ, കാരണം ഒരു വിഷയമൊക്കെ ആകുമ്പോൾ നമുക്ക് പ്രശ്നമില്ല. പക്ഷേ 2-3 വിഷയമൊക്കെ ആകുമ്പോൾ അതൊരു ബുദ്ധിമുട്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമ്മൾ കുറച്ചുകൂടി ടൈമൊക്കെ മാനേജ് ചെയ്ത് നമ്മൾ കുറച്ച് അധികം നേരം പഠിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, അല്ലാണ്ട് അത് ഒരു 3 വിഷയമൊക്കെ ഉണ്ട്, അത് അത് ഭയങ്കര ഒരു ബാലികേറ മലയാണ്, അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമുക്ക് എല്ലാവർക്കും പറ്റുന്നതാണ് പക്ഷേ അതിനനുസരിച്ച് നമ്മൾ കുറച്ചുകൂടി ടൈം ഇൻവെസ്റ്റ് ചെയ്ത് ഇരുന്ന് പഠിക്കാനായിട്ട് നോക്കുക. ഓക്കെ, കാരണം ഒരു 2-3 വിഷയം നമുക്ക് ഫുൾ കാര്യങ്ങൾ പഠിച്ച് സെറ്റാക്കാനുള്ളതാണ് ഈ ഒരു മാസം കൊണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ചുകൂടി സീരിയസ് ആയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, അത്രയേ ഉള്ളൂ. ദെൻ അതിൻ്റെ പേരിൽ വേറെ ടെൻഷനോ അല്ലെങ്കിൽ പറയോ ഒന്നും ആകേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക, പറ്റുന്ന പോലെ ചാപ്റ്റേഴ്സ് ഫിനിഷ് ചെയ്യുക. അതിന് മുന്നേ പറയാനുള്ളൊരു കാര്യം, ഇപ്പോൾ 2 വിഷയമോ അല്ലെങ്കിൽ 3 വിഷയമോ അതിൽ കൂടുതലോ ഒക്കെ എക്സാം എഴുതുന്നവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ എല്ലാ വിഷയത്തിൽ നിന്നും കൂട്ടിയിട്ട് പഠിക്കാൻ നിൽക്കാണ്ട് ഓരോ വിഷയമായിട്ട് കംപ്ലീറ്റ് ചെയ്ത് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലൊരു കാര്യം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇംഗ്ലീഷും പൊളിറ്റിക്കൽ സയൻസും എക്കണോമിക്സും ഉള്ള ഒരു വ്യക്തിയാണെന്ന് വയ്ക്കുക, എക്സാമ്പിൾ പറയുകയാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഹിസ്റ്ററിയിൽ നിന്ന് ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഒരു ചാപ്റ്റർ അങ്ങനെ എടുത്ത് പഠിക്കാൻ നിൽക്കാണ്ട് കുറച്ച് ദിവസം എന്ത് ചെയ്യണം, ഇംഗ്ലീഷിന് വേണ്ടി മാറ്റി വയ്ക്കുക. അതായത് ഫസ്റ്റ് ഞാനൊരു 5 ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു 6 ദിവസം കൊണ്ട് ഞാൻ ഇംഗ്ലീഷ് ഫുള്ള് ഫിനിഷ് ചെയ്യും എന്നുള്ള രീതിയിൽ നിങ്ങൾ ഡിസിഷൻ എടുക്കുക. അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുക, അതിനനുസരിച്ച് പഠിച്ചു പോവുക. ഓക്കെ, ഞാൻ പറഞ്ഞത് 2-3 വിഷയം അല്ലെങ്കിൽ 2 വിഷയമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു വിഷയം ഫുള്ളി നിങ്ങൾ പഠിച്ച് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം മാത്രം വേറൊരു വിഷയത്തിലോട്ട് പോവുക. അതായിരിക്കും കുറച്ചുകൂടി ഒരു വൃത്തിയുള്ള പരിപാടി അതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു വിഷയം ഫുള്ളി ഞാൻ പഠിച്ച് തീർന്നു എന്നുള്ളൊരു സമാധാനം കൂടി ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിക്ക് ഓരോ സബ്ജക്റ്റ് വൈസായിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പഠിക്കുമ്പോഴും ഒരു ദിവസം നിങ്ങൾക്ക് പറ്റുന്ന പോലെ ഒരു 2-3 ചാപ്റ്റേഴ്സൊക്കെ ഒരു വിഷയത്തിൽ നിന്ന് മീൻസ് ഇപ്പോൾ ഇന്ന് ഞാൻ ഹിസ്റ്ററിയാണ് ഈ ഒരു 5 ദിവസം കൊണ്ട് ഞാൻ ഹിസ്റ്ററി കംപ്ലീറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ +2 ഹിസ്റ്ററിയിൽ എനിക്ക് തോന്നുന്നു ഒരു 12-13 എങ്ങാണ്ടോ ചാപ്റ്റേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു 5-6 ദിവസം കൊണ്ട് ഞാൻ ഈ ഒരു ഹിസ്റ്ററിയിൽ ഇത്രയും ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യും എന്ന് പറഞ്ഞ് നിങ്ങൾ പ്ലാൻ ഉണ്ടാക്കുക. എന്നിട്ട് ഒരു ദിവസം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പറ്റുന്ന പോലെ 2-3 ചാപ്റ്റേഴ്സ് വെച്ചിട്ട് ഫിനിഷ് ചെയ്ത് പോവുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ പഠിച്ചു പോകുമ്പോൾ അതാണ് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമുകാർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ പറയാനുള്ളൊരു കാര്യം, കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പഠിക്കുന്ന ടൈമിൽ
എന്ത് ചെയ്യണം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെസൺസിന് തന്നെയാണ് കുറച്ചുകൂടി എന്ത് ചെയ്യണം, അതായത് കുറച്ചുകൂടി ടൈം ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിന് തന്നെയാണ്. എപ്പോഴും പഠിക്കുമ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചോളുക. കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കേണ്ടത് പ്രധാനപ്പെട്ട ഏരിയകൾക്കാണ്. ഓക്കെ, എന്ന് പറഞ്ഞ് ബാക്കിയുള്ള ഏരിയാസൊക്കെ ഫുള്ളി സ്കിപ്പ് ചെയ്ത് പോകാം എന്നല്ല ഞാൻ പറഞ്ഞത്. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, സമാധാനമായിട്ടിരുന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് പഠിച്ച് സെറ്റാക്കുക. ഓക്കെ, ദെൻ അതിനുശേഷം നിങ്ങൾ ബാക്കിയുള്ള പോർഷൻസ് കൂടി വായിച്ച് മനസ്സിലാക്കി വെച്ചിട്ട് വേണം പോകാനായിട്ട്. ഓക്കെ, എൻ്റെ ഒരു അഭിപ്രായം, നിങ്ങൾ പറ്റുന്ന പോലെ നിങ്ങൾ വായിച്ചിട്ട് പോകണം. മാക്സിമം കാര്യങ്ങൾ വായിച്ചിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലാണ്ട് ഇത് വരത്തില്ല, ഇത് ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറഞ്ഞ് ഒരു ഏരിയാസും അങ്ങനെ ഫുള്ളി അങ്ങനെ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് വിടുന്നത് ഒരിക്കലും ഒരു സേഫ് പ്ലേ ആയിരിക്കത്തില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ദെൻ അടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ, നിങ്ങൾ ഓരോ ചാപ്റ്റേഴ്സ് ഫിനിഷ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട് നൈറ്റ് റിവിഷനും മോർണിംഗ് റിവിഷനും. ഓക്കെ, നമുക്ക് പലർക്കും ഉള്ള ഒരു പരാതിയാണ് എന്ത്, നമ്മൾ ഒരു ദിവസം 2 ചാപ്റ്റേഴ്സ് പഠിച്ചു എന്ന് വെക്കുക. ഓക്കെ, ഹിസ്റ്ററിയിലെ 2 ചാപ്റ്റേഴ്സ് പഠിച്ചു. പക്ഷേ നാളെ എടുത്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ ഒന്നും അങ്ങോട്ട് ഓർമ്മ വരുന്നില്ല. അല്ലെങ്കിൽ പല ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യങ്ങൾ, ആൾക്കാരുടെ പേരോ വർഷങ്ങളോ ഒക്കെ ഞാൻ മറന്നു പോകുന്നു എന്നുള്ള ഒരു എന്താ പറയുക, ഒരു പ്രശ്നം നമ്മളിൽ പലർക്കും ഉള്ള ഒരു കാര്യമാണല്ലേ. അപ്പോൾ ആ ഒരു കാര്യത്തിനൊരു സൊല്യൂഷനാണ് പറയുന്നത്. ഒരു ദിവസം നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ, ഓക്കെ, ഒരു വിഷയത്തിൽ നിന്ന് ഒരു ദിവസം നിങ്ങൾ പഠിക്കുന്നത്, ഒരു ചാപ്റ്റർ ആയിക്കോട്ടെ, 2 ചാപ്റ്റർ ആയിക്കോട്ടെ, 3 ചാപ്റ്റർ ആയിക്കോട്ടെ, എത്രയോ ആയിക്കോട്ടെ, നിങ്ങൾ പഠിക്കുന്ന അത്രയും കാര്യങ്ങളും അന്ന് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ജസ്റ്റ് നിങ്ങൾ ഒരു തവണ ഒന്ന് റിവിഷൻ ചെയ്തിരിക്കണം. മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യുക. പ്രത്യേകിച്ച് ഇങ്ങനെ മറന്നു പോകുന്ന ഒരു പ്രശ്നം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ, മറന്നു പോകുന്ന അതൊരിക്കലും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. കാരണം മനുഷ്യന്മാരാണ്. അപ്പം എന്താ പറയുക, 2 ദിവസം കഴിയുമ്പോൾ നമ്മൾ അതിൽ നിന്നൊക്കെ കുറേ കാര്യങ്ങൾ നമുക്ക് മീൻസ് മറന്നു പോവും. അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് റീകളക്ട് ചെയ്യാനുള്ളൊരു മെത്തേഡാണ് പറയുന്നത്. എന്താണ്, നിങ്ങൾ ഒരു ദിവസം പഠിക്കുന്ന ടൈമിൽ പഠിച്ച കാര്യങ്ങൾ അത്രയും ഒരു ഡേയിൽ നിങ്ങൾ ഫിനിഷ് ചെയ്ത അത്രയും പോർഷൻസും രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ജസ്റ്റ് ഒരു തവണ ഒന്ന് വായിച്ചിട്ട് കിടക്കുക. ഓക്കെ, നിങ്ങൾക്ക് എഴുതാനായിട്ട് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ജസ്റ്റ് വേണമെങ്കിൽ ചെറുതായിട്ടൊക്കെ സിമ്പിൾ പോയിൻറ്റ്സ് ആയിട്ട് എഴുതി നോക്കാം. ഇപ്പോൾ വലിയൊരു എസ്സേയൊക്കെ ആണെങ്കിൽ അങ്ങനെ തന്നെ എഴുതണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ജസ്റ്റ് സിമ്പിളായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതി നോക്കാം. അല്ല, അങ്ങനെ എഴുതാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചിട്ട് പോവാം. ഓക്കെ, ഇനി വായിക്കാനും മടിയാണെങ്കിൽ നിങ്ങൾ പഠിച്ച ആ ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു നോട്ട് ബുക്ക് ഉണ്ടല്ലോ, അത് ജസ്റ്റ് നിങ്ങൾ തുറന്നൊന്ന് ജസ്റ്റ് ഒന്ന് അതിലൂടെ ഒന്ന് നോക്കിയെങ്കിലും പോവുക. ഓക്കെ, എന്തായാലും ഏത് രീതിക്കായാലും ഒരു റിവിഷൻ അതായത് പഠിച്ച കാര്യങ്ങളിൽ ഒന്നുകൂടി ഒന്ന് ഓർത്ത് നോക്കാനായിട്ട് നിങ്ങൾ ഈ കിടക്കുന്നതിന് മുന്നേ ഒന്ന് ശ്രമിക്കുക. അതാണ് നൈറ്റ് റിവിഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അത് മാത്രം മതിയോ? ഇല്ല, പിറ്റേന്ന് രാവിലെ എണീക്കുമ്പോൾ ബാക്കി ഏതൊരു പുതിയ കണ്ടൻറ്റ് പഠിക്കുന്നതിന് മുന്നേ ആയിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, തലേ ദിവസം പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് വീണ്ടും ഒന്ന് എന്ത് ചെയ്യണം, റിവിഷൻ ചെയ്യണം. ഓക്കെ, ഈ റിവിഷൻ ഇവിടെ ഈ ഒരു നൈറ്റ് റിവിഷൻ മോർണിംഗ് റിവിഷൻ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുമ്പോൾ 1 മണിക്കൂർ ഇരുന്ന് ചെയ്യണം, 1.5 മണിക്കൂർ ഇരുന്ന് ചെയ്യണം, അങ്ങനെയല്ല കേട്ടോ. ഇപ്പോൾ 2 ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്നൊരു 10-15 മിനിറ്റ് കൊണ്ട് ജസ്റ്റ് ഒന്ന് വായിച്ച് അല്ലെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പം നമ്മൾ ചില കാര്യങ്ങളൊക്കെ മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞ് ആവർത്തിച്ച് പഠിക്കാനായിട്ട് നോക്കുക. വീണ്ടും മറന്നു പോകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതി പഠിക്കാനായിട്ട് നോക്കുക. ഇപ്പോൾ എന്തെങ്കിലും ഇയറോ അല്ലെങ്കിൽ എന്തെങ്കിലും ആൾക്കാരുടെ പേരോ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ, പെട്ടെന്ന് മറന്നു പോകുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ആ കാര്യമൊക്കെ നമുക്ക് നന്നായിട്ട് മെമ്മറിയിൽ നിൽക്കുന്നുണ്ടാവും. ഓക്കെ, പിന്നെ നിങ്ങൾ ഒരു വീക്ക് ആവുന്ന ടൈമിൽ, അതായത് ഒരാഴ്ച ആവുന്ന ടൈമിൽ, മീൻസ് ഇപ്പോൾ ഒരു സാറ്റർഡേ സൺഡേയിലോ ഒക്കെ വരുന്ന ടൈമിൽ നിങ്ങൾ ആ ഒരു വീക്കിൽ പഠിച്ച അത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റിവിഷൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഞാൻ നേരത്തെ ആ ഒരു സ്റ്റഡി ടിപ്സിൻ്റെ കാര്യത്തിലും പറഞ്ഞിരുന്നല്ലോ റിവിഷൻ ചെയ്യണമെന്നുള്ള കാര്യം. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു റിവിഷൻ നമ്മൾ കൊടുത്ത് പോയി കഴിഞ്ഞാലും നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നു പോകാണ്ട് നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ആയിരിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കതിൽ വേറെ ടെൻഷനോ കാര്യങ്ങളൊന്നും വരത്തില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, ദെൻ പിന്നെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം, ഇനി നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റായിട്ട് അറിയിക്കുക. പിന്നെ ഇപ്പോൾ നിങ്ങൾ ഇമ്പ്രൂവ്മെൻ്റ് അല്ലെങ്കിൽ സേ എഴുതുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണ്, സബ്ജക്ട്സ് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റായിട്ടൊന്ന് അറിയിക്കാൻ കൂടി മറന്നു പോരുത് കേട്ടോ. നമ്മൾ മാക്സിമം പറ്റുന്ന രീതിക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, സേയുടെ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ ഈ ഒരു ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ നാളെ മുതൽ തന്നെ മാക്സിമം ഇപ്പോൾ ഇംഗ്ലീഷൊക്കെ 2-3 പേര് എഴുതുന്നുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. സോ ഫസ്റ്റ് എന്തായാലും ഇംഗ്ലീഷ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് തന്നെയായിരിക്കും വരുന്നുണ്ടാവുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും പ്രത്യേക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിൻ്റെ ക്ലാസ്സസും അങ്ങനെയുള്ള രീതിക്കൊക്കെ ആയിരിക്കും ക്ലാസ്സസ് വരുന്നുണ്ടാവുക. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഏത് വിഷയമാണ് ഇതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ട് പോകുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ കൂടുതൽ എഴുതുന്ന
വിഷയങ്ങളിൽ നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റുമല്ലോ, അതുകൊണ്ടാണ്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാം എഴുതുന്ന ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ അതെല്ലാം നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റായിട്ട് അറിയിക്കാനും മറന്നു പോരുത്. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് തരാനും കൂടി മറന്നു പോരുത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് വേറെ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം. താങ്ക് യു.